പ്ലാന്റേഷനിൽ നിന്ന് വെളിപ്പാറയിലേക്കുള്ള യാത്ര. ബുദ്ധിമുട്ടാണ്. താഴെ 60 വയസ്സുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് എന്നോട് പോയായിരുന്നു. അവിടെ പ്രോബ്ലം. നിങ്ങൾ പോലീസിലെങ്ങാനാണോ? ഓ, ഇനി ഇവിടെ ഉണ്ടല്ലോ. എനിക്കൊരു ചാനലുണ്ട്, യൂട്യൂബ്. നിങ്ങൾ വരുന്ന കുഴപ്പമുണ്ടോ അതിൽ? ചാനലിൽ നിങ്ങൾ ചാനലിൽ വരുന്ന കുഴപ്പമുണ്ടോ? സാഫ്രോൺ ന്യൂസ് മീഡിയ 10 മില്യൺ ആൾക്കാരുണ്ട് അതിൽ. എന്തെങ്കിലും പറഞ്ഞിട്ട് പോകണം. പറഞ്ഞിട്ട് പോവും. അനുഭവം നല്ല രസമല്ലേ? മോക്ക് എന്താ തോന്നിയേ? ഇഷ്ടം തോന്നി അവൾക്ക്? വലിയ മോൾക്കോ? വല്ലാത്തൊരു സ്ഥലമായിപ്പോയി. ശരിയാ, സിനിമയിലൊക്കെ കാണുന്ന പോലെ അല്ലേ? ആണോ? കരിപ്പൂർ സ്കൂളിലെ സാറാണ്. സാറിന് എന്താ പറയാനുള്ളത്? വളരെ മനോഹരമായ ഒരു യാത്രയാണ്. നമ്മുടെ വീട് അടുത്തുള്ളതാണെങ്കിൽ പോലും ഇതുവരെയും വാഴവന്തോളം വന്നിട്ടില്ല. അതിനുള്ള സാധ്യത ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. ഇപ്പോഴും ഞങ്ങളുടെ സദ്ഗമയ എന്നൊരു ഗ്രൂപ്പുണ്ട്. ഞങ്ങളുടെ കുട്ടികളെയൊക്കെ ചേർത്തുകൊണ്ട് സദ്ഗമയ ഗ്രൂപ്പുണ്ട്. സ്കൂളാണോ? ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികളും വേറെ കുട്ടികളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് തദ്ദേശീയമായി ഉണ്ടാക്കിയ ഗ്രൂപ്പാണ്. അവരുടെ കീഴിലാണ് നമ്മൾ ഈ യാത്ര സംഘടിപ്പിച്ചത്. അത് ശരി. എന്തായാലും കൊള്ളാം, വളരെ രസകരമാണ്. നമ്മുടെ ചാനൽ സാഫ്രോൺ ന്യൂസ് മീഡിയ ആണ് കേട്ടോ. ഒന്ന് നോക്കണേ. അപ്പൊ നിങ്ങൾ കാണുമല്ലോ അതില്. സൂക്ഷിച്ചേ, അത് സൂക്ഷിക്കേണ്ട സ്ഥലമാണേ. അത് സൂക്ഷിക്കേണ്ട സ്ഥലം. നിങ്ങളെല്ലാം സ്കൂൾ മാഷന്മാരല്ലേ? ഓ, അത് സാറേ. ഇതൊക്കെ ഇനി പണ്ടൊരിക്കൽ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലമാണോ? അറിഞ്ഞൂടാ. യാത്രയിലുടനീളം എല്ലാവരോടും സൂക്ഷിക്കാൻ പറഞ്ഞ ഞാൻ സൂക്ഷിക്കാതെ വീണിരിക്കുകയായിരുന്നു. എല്ലാവരും കൂടി, പ്രത്യേകിച്ച് സദ്ഗമയിലെ ആൾക്കാർ ചുറ്റുമുണ്ടായിരുന്നു. എൻ്റെ മൈക്കും ഐഫോണും ഗോപ്രോയും എല്ലാം വെള്ളത്തിൽപ്പോയി. പക്ഷേ ഞാൻ കരയിൽ കയറിയിരുന്നപ്പോൾ ഒരു ചിത്രശലഭം എനിക്കെന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിച്ചുകൊണ്ട് എൻ്റെ കാലിലും ഷൂവിലും ഒക്കെ ധാരാളം സമയം പറന്ന് ഇരിപ്പുണ്ടായിരുന്നു. അതെനിക്കൊരു വിചിത്രമായ ഒരനുഭവം പോലെ തോന്നി. ആരോ എന്നോട് ചോദിക്കുന്ന പോലെ ഒന്നും പറ്റിയില്ലല്ലോ എന്ന്. ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ ഒരുങ്ങുന്നത് 2 ദിവസത്തിന് ശേഷമാണ്. ഇപ്പോഴും എൻ്റെ കാലിൻ്റെ മുട്ടും പാദവും ഷോൾഡറും നല്ല പെയിനുണ്ട്. എല്ലാവരും നല്ല സ്നേഹം തന്നു, അവിടെ നിന്ന് ഗാർഡ് ഉൾപ്പെടെ. എൻ്റെ അമ്മ, ഇതെന്തോ അത്? ഇത് ശരിക്കും ഒരു ഗുഹയാണല്ലോ. ഞാനിവിടെ വീഡിയോ എടുക്കുന്നില്ല. വീഡിയോ എടുത്തു കഴിഞ്ഞാൽ പെട്ടുപോകും കേട്ടോ. പിടിക്കാൻ വരുന്ന ആനത്താരയാണ് കണ്ടോ. അവരിവിടെ ഇറങ്ങി വന്ന് നിന്ന് വെള്ളം കുടിച്ചിട്ട് പോകുന്ന സ്ഥലമാണ്. ഇവിടെ ഇങ്ങനെ ഈ മലനിരകളിൽ. അപ്പോൾ ഇവിടെ സേഫല്ല എന്ന് പറഞ്ഞു. വീണിട്ട് പിന്നെ നടക്കുമ്പോൾ വലിയ പേടിയായി. ഓരോ കാൽവയ്പ്പും കാല് കുഴയുന്ന പോലെ തോന്നുന്നു. പിന്നെ ചെറിയ വോമിറ്റിംഗ് ടെൻഡൻസിയും. എന്തായാലും നമ്മളത് പോയിട്ട് സക്സസ്ഫുള്ളി തിരിച്ചു വരുന്നത് വരെ പിന്നോട്ടില്ല. വരുന്ന നോക്കി, നല്ല റിസ്ക് ഉണ്ട്. വാഴവന്തോൾ വെള്ളച്ചാട്ടം കാണാൻ ഞാനും വരട്ടെ എന്ന് ആരും ബഹളം വയ്ക്കരുത് കേട്ടോ. സൂപ്പർ റിസ്ക് ഉണ്ട്.
മരമൊക്കെ വീണ് കിടക്കുന്നുണ്ടോ? വീണ് തെന്നി അങ്ങ് പോകും. ഞാൻ മറിഞ്ഞ് വീണതുപോലെ. ഞാൻ മറിഞ്ഞ് വീണത് ഞാൻ ക്യാമറയിൽ നോക്കിയതുകൊണ്ടാണ് വിഷ്വൽ എങ്ങനെ വരുമെന്ന്. പിടിക്കാൻ വരുന്ന ആനത്താരയാണ്, കണ്ടോ? അവരിവിടെ ഇറങ്ങി വന്ന് നിന്ന് വെള്ളം കുടിച്ചിട്ട് പോകുന്ന സ്ഥലമാണ് ഇവിടെ. ഇങ്ങനെ ഈ മലനിരകളിൽ അപ്പോൾ ഇവിടെ സേഫല്ല എന്ന് പറഞ്ഞു. തളർന്നിരിക്കുന്നതാണോ ആസ്വദിക്കാനിരിക്കുന്നതാണോ? രണ്ടും ഉണ്ട്. ആസ്വാദനം പ്ലസ് ഒരു ചെറിയൊരു തളർച്ചയും ഉണ്ട്. നെടുമങ്ങാടന്നല്ലേ? ഇങ്ങനെ ഇരുന്ന് കയറുന്നവർക്ക് മാത്രമേ രക്ഷയുള്ളൂ. ഞാൻ ഹാഫ് ആൻ അവറിൽ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തറിയാമോ? ഒരു വേഗത്തിൽ കയറി വന്നു, വീണു അവിടെ. നമ്മുടെ ചാനലൊക്കെ കാണണം കേട്ടോ, നിങ്ങളൊക്കെ ഉണ്ടോ? ഏതാ ചാനല്? ന്യൂസ് മീഡിയ. അത്രയും കൂടി വേണം. റിസ്ക് അല്ലേ? പ്രായമുള്ളവർക്ക് റിസ്ക്കാണ്. പക്ഷേ ഒരു വല്ലാത്തൊരു ഭംഗിയാണ്. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളെ കറക്റ്റ് ടൂറിസം കുറേ പ്രൊമോട്ട് ചെയ്യേണ്ടതാണ് അല്ലേ ഇങ്ങനെയുള്ള. അതെ, നിസ്സാരമെന്ന് കരുതിയതാണ് നമ്മളിവിടെ അല്ലേ? അല്ല, വാഴവന്തോള് ഇപ്പോൾ കൂടുതൽ തിരുവനന്തപുരം ജില്ലയിലുള്ള സഞ്ചാരികളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് വാഴവന്തോൾ. ഇത്രയും പ്രകൃതി മനോഹരം. നമുക്ക് എന്ത് സമാധാനം, നമുക്കിപ്പോൾ മുഖത്തൊക്കെ ഒരു സന്തോഷം വന്നു തുടങ്ങിയില്ല കാണാൻ പോയിട്ടുള്ള സ്ഥലം. അതെ, നമ്മളെല്ലാം മറക്കുന്നത് ഇവിടെ. ശരിയാണ്. അതായത് പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത കൂടുതലാണെന്ന് ബോധ്യപ്പെടുകയാണ്. അതെ, അങ്ങോട്ട് പോകരുത്. ചിലർ പറയും വഴുക്കലുണ്ട്. അപ്പോൾ ആരോ പറഞ്ഞു വഴുക്കൻ തോടായിരുന്നു പണ്ട്. പറഞ്ഞു വഴുക്കൻ തോട് കാലക്രമേണ ഇപ്പോൾ ഈ നെടുവൻകാട് ലോപിച്ചാണ് നെടുമങ്ങാടായത്. നെടുവൻകാട് എന്ന് പറഞ്ഞിട്ട് നെടുമങ്ങാടായതുപോലെ ഓരോ പ്രദേശങ്ങളും കാലഘട്ടത്തിനനുസരിച്ച് മാറിയാണ്. അതെ, അപ്പോൾ ഇത് വഴുക്കലുള്ളതാണോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇവിടെ എക്സ്പെരിമെൻറ്റ് ചെയ്തായിരുന്നു. എൻ്റെ ക്യാമറ എല്ലാം കൂടെ വെള്ളത്തിൽ പോയി. ഹലോ, ഇഷ്ടപ്പെട്ടോ? എന്താ പേര്? ഒരു ഹായ് പറഞ്ഞേ. ഋഷികേശോ? സൂപ്പർ പേരാണല്ലോ. ഒരു ഹായ് പറഞ്ഞേ. ഓക്കെ, പോവാം, മുകളിലേക്ക് പോവാം. ഇനി 1/2 കിലോമീറ്റർ കൂടി അല്ലേ? ഏതാണ് മോളുടെ യൂട്യൂബ് ചാനൽ? ബിറ്റ്സ് ആൻഡ് ബൈറ്റ്സ് ഗായത്രി എന്ന് പറഞ്ഞ ചേച്ചിയുടെ മകളാണ്. ഒരു എറണാകുളത്താണ് താമസം. ബിറ്റ്സ് ആൻഡ് ബൈറ്റ്സ് ഗായത്രി ആൻഡ് ദേവാമൃത എന്ന് പറഞ്ഞു. ഇച്ചിരി ലെങ്തിയാണ്. ബിറ്റ്സ് ആൻഡ് ബൈറ്റ്സ് ഗായത്രി. ഓക്കെ, ഗായത്രി, ഗായു ആൻഡ് ദേവ. ഓക്കെ, ഫൈൻ. അപ്പോൾ അതിലെ പേരിൽ തന്നെ ഉണ്ട് വീഡിയോസ്, ഫുഡ് എല്ലാം കൂടെ ചേർന്നിട്ടുള്ളതായിരിക്കും. ഫുഡ് വ്ളോഗർ കൂടി ആയിരിക്കും. ഓക്കെ, അവളെവിടെ മോള്? എറണാകുളത്താണ്. ആ, ശരി. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇവർ നമ്മുടെ ഫാമിലിയിലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആ കുട്ടിയുടെ മോളുടെ ചാനലിലൂടെ ലൈക്ക് ചെയ്തേക്കൂ, സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. ഫുഡ് ഉണ്ടോ അതിൽ? ഹായ്, മിണ്ടാത്താളെ. അവള് മിണ്ടത്തില്ല. എവിടെ 1/2 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ട്? സൂക്ഷിച്ച് വരണം കേട്ടോ. നമ്മുടെ ഈ ചെരുപ്പ് ഇത് യോജിച്ചല്ല. ഇങ്ങനെ നമുക്ക് നടക്കാം. കണ്ടോ?
ആ അടുത്ത ആൾ ഇവിടെയാ ആ ഇവിടെ എത്തിയോ ചേച്ചി? ഓ ഇനി ഒരു 100 മീറ്റർ കൂടെ ഉണ്ട് സാറേ. ഉണ്ട്. ആൾക്കാരുണ്ടോ കാറിന്റെ ബേസിൽ? എൻ്റെ കൂടെ 7 പേര് കുട്ടികളാ, അവരവിടെ ഇവിടെ ഉണ്ട്. ഗുഹ നോക്കൂ, ഗുഹ. നിങ്ങൾ നെടുവങ്ങാടുന്ന? ശരി. നിങ്ങളുടെ ടീമിനെയൊക്കെ ഞാൻ വീഡിയോയിലെടുത്തു. ആ എന്തറിയാവോ, അവരവിടുന്നേ ഞങ്ങൾ പരിചയപ്പെട്ട് വരിക. സംഘം. മോളു എന്താ മോളുടെ പേര്? മോളിങ്ങോട്ട് നോക്കിയേ. മോൾക്ക് പേടിയും തോന്നിയില്ലേ ഇങ്ങോട്ട് വരാൻ? ഇഷ്ടപ്പെട്ടു അല്ലേ മോളു? വീഴാതെ എങ്ങനെ മോൾ ഇവിടം വരെ വന്നോ? അങ്കിളൊക്കെ വീണു. മോളെങ്ങനെ വീഴാതെ എത്തി? പറഞ്ഞേ. കൈ പിടിച്ച് വന്നു. ഓക്കെ ഓക്കെ. ആ കൈ നോക്കട്ടെ. മെഹന്തി മെഹന്തി കാണിക്കും, നോക്കട്ടെ മോളെ. കയ്യിലെ മെഹന്തി കാണിച്ചെന്നേ. ആ എന്ത് രസമാണ്. ടാറ്റാ. ശരി, നടക്കാം. ഇനി കുറച്ച് ദൂരമല്ലേ ഉള്ളൂ. ഒരു ഗുഹ. ഇത് അവഗണിക്കരുത്. പാറകൾ വഴുക്കലുള്ളതിന് പുഴയിലിറങ്ങുന്നത് അപകടമാണ്. നെടുവങ്ങാടാ? ആഹാ, നിങ്ങളുടെ സദ്ഗമയ. അവരെ ഞാൻ പരിചയപ്പെട്ടു, അവരൊക്കെ ഈ വീഡിയോയിലുണ്ട്. ആഹാ, പുഴയിലിറങ്ങുന്നത് അപകടമാണെന്നുള്ളത് ഞാൻ പരീക്ഷിച്ചറിഞ്ഞു. ഞാനവിടെ മറിഞ്ഞ് വീണായിരുന്നു. ആ, ഇത് സാഫ്രോൺ ന്യൂസ് മീഡിയ യൂട്യൂബ്. കാല് തെന്നി വീണുവെങ്കിലും ഈ യാത്രയിലുടനീളം നല്ല സൗഹൃദത്തിൻ്റെ പുതിയ കണ്ണികൾ സാഫ്രോണിനോടൊപ്പം വന്നു ചേരുകയായിരുന്നു. ലവ് യു ആൾ.